ഇന്നത്തെ നോർത്ത് ഈസ്റ്റ് ഒഡീഷ FC മാച്ച്, ഈ ഒരു മാച്ച് അത്യാവശ്യം നല്ലൊരു മാച്ചായിരുന്നു എന്ന് തന്നെ പറയണം. പ്രത്യേകിച്ചും സെക്കൻഡ് ഹാഫിൽ ഉണർന്നൊരു മാച്ചായിരുന്നു ഇത്. ഫസ്റ്റ് ഹാഫിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ചാൻസസ് ക്രിയേറ്റ് ചെയ്ത് കളിച്ചു. എങ്കിൽ പോലും സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് വളരെയധികം മികച്ചയായിരുന്നു. അതായത് സെക്കൻഡ് ഹാഫിലാണ് ഗോളുകളെല്ലാം വന്നിരിക്കുന്നത്. നിങ്ങളൊന്ന് നോക്കിയാൽ മതി. അതായത് നോർത്ത് ഈസ്റ്റിന് വേണ്ടി അലാദിൻ അജാരി, അദ്ദേഹമാണ് 2 ഗോളുകളും അടിച്ചിരിക്കുന്നത്. അദ്ദേഹം ഗോൾ നേടിയ സമയങ്ങൾ നിങ്ങൾക്കറിയാം, 67 അതുപോലെ തന്നെ 82 മിനിറ്റുകളിലാണ് അദ്ദേഹം ഗോളുകൾ നേടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇസാക്ക് റാൾട്ടെ, തോയ്ബ സിംഗ്, അവർ 90+4 തോയ്ബ സിംഗ് 78 മിനിറ്റിലുമാണ് ഗോൾ നേടുന്നത്. സോ ഒരു സെക്കൻഡ് ഹാഫിൽ ഗോളുകൾ പറഞ്ഞൊരു മത്സരമായിരുന്നു ഇത്. എന്തായാലും ഈ ഒരു മത്സരം എന്താ പറയുക, ഈക്വലൈസർ ആയിരുന്നു. 85 മിനിറ്റ് വരെ രണ്ടുപേരും എന്താ പറയുക ഈക്വലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെയാണ് നമ്മുടെ നോർത്ത് ഈസ്റ്റ് അലാദിൻ അജാരിയിലൂടെ രണ്ടാമത്തെ ഗോൾ മടക്കുന്നത്. ആ ഒരു സമയമായപ്പോൾ എല്ലാവരും വിചാരിച്ചു നോർത്ത് ഈസ്റ്റ് ഈ ഒരു കളി വിജയിക്കുമെന്ന്. എന്തായാലും കുറേ നാളുകളത്തെ ഇഞ്ചുറിക്ക് ശേഷം ഇസാക്ക് റാൾട്ടെ ഇന്ന് തിരിച്ചെത്തുകയായിരുന്നു ഒഡീഷ FC സ്കോഡിൽ. അദ്ദേഹം സൂപ്പർ സബ്ബായിട്ട് വന്ന് 90+4 മിനിറ്റിൽ, അതായത് 6 മിനിറ്റിൻ്റെ ആടോ ടൈം +4 മിനിറ്റിൽ അദ്ദേഹം ആ ഒരു ഗോൾ അടിക്കുകയാണ്. വളരെ മികച്ചൊരു ഗോളായിരുന്നു. ഡീഗോ മൗറീഷ്യയുടെ അസിസ്റ്റായിരുന്നു. ഒരു ബാക്ക് ഹീൽ അസിസ്റ്റാണ്, പോളിയുടെ അസിസ്റ്റായിരുന്നു. അതിൽ സൂപ്പർ ഗോൾ. അങ്ങനത്തെ ഗോൾ അടിക്കുക എന്ന് പറയുന്നത് കുറച്ച് പാടായിട്ടുള്ള പരിപാടിയാണ്. സോ അങ്ങനത്തെ ഒരു ഗോൾ നേടി ഇസാക്ക് റാൾട്ടെ ടീമിനെ വിജയിപ്പിക്കുകയാണ്. എന്തായാലും അവസാനം ഒരു പൊരിഞ്ഞടിയൊക്കെ ഉണ്ട്. നമ്മുടെ സെർജിയോ ലൊബേറയ്ക്ക് റെഡ് കാർഡൊക്കെ കിട്ടി. എന്തായാലും സെർജിയോ ലൊബേറ ചോദിച്ച കാര്യം കറക്റ്റാണ്. അതായത് നമ്മുടെ ഒഡീഷ FCക്ക് ഒരു ഫ്രീ കിക്ക് കിട്ടിയിരുന്നു. അതായത് ഒരു അവരുടെ ആ ഒരു ഹാഫിൻ്റെ അവിടെ വെച്ചാണ് ഒരു ഫ്രീ കിക്ക് കിട്ടിയത്. ബട്ട് ജാഹുവിനെ പോലൊരു സെറ്റ് പീസ് ടേക്കർ ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവിടെ വെച്ച് നല്ലൊരു സെറ്റ് പീസ് എടുക്കും. സോ അവർ ആ ഒരു സെറ്റ് പീസ് എടുത്തു, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത്, ആരാന്നറിയത്തില്ല, ഒരു പ്ലെയർ, ഒഡീഷ FCയിൽ ഒരു പ്ലെയർ ടച്ച് ചെയ്ത് ജാഹുവിന് കൊടുത്തു. ജാഹു അത് പെതുക്കെ മുന്നോട്ടുണ്ട്. അങ്ങോട്ടൊരു എന്താ പറയുക, ബോൾ ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് റഫറി ഫൈനൽ വിസിൽ വിളിക്കുകയാണ്. സോ അവിടെ 6 മിനിറ്റ് കഴിഞ്ഞിരുന്നു. അതായത് +6 കൊടുത്ത് 6 മിനിറ്റ് കഴിഞ്ഞിരുന്നു. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു. ഒരു അടി പിടി, അങ്ങനെ ഒരു യെല്ലോ കാർഡ് ഡോർലീറ്റനും മറ്റൊരു പ്ലെയറും, എനിക്കൊന്ന് ദിനേശ് സിംഗ് എന്ന് പറയുന്ന പ്ലെയറാണ്. സോ നമ്മുടെ സന്ദീപ് സിംഗിൻ്റെയൊക്കെ ചേട്ടനും അനിയനും ആരാണ്, ബ്രദറാണ്. സോ എന്തായാലും അവർ തമ്മിലൊരു അടിയൊക്കെ ഉണ്ടായിരുന്നു. സോ അതിൻ്റെ കുറച്ച് സമയങ്ങളൊക്കെ അവിടെ 2 മിനിറ്റോളം അവിടെ പോയിരുന്നു. സോ ആ ഒരു മിനിറ്റ് ഉറപ്പായിട്ടും ആഡ് ഓൺ ചെയ്ത് കൊടുക്കേണ്ടതായിരുന്നു. 96+30 സെക്കൻഡ്സ്, അത് 30 സെക്കൻഡ് കൂടെ എക്സ്ട്രാ ആയതേ ഉള്ളൂ. സോ ഒരു മിനിറ്റെങ്കിലും കുറഞ്ഞ് കൊടുക്കണമായിരുന്നു. ആ ഒരു കുറഞ്ഞ ആ ഒരു ഫ്രീ കിക്കെങ്കിലും കംപ്ലീറ്റ് ആക്കാൻ അനുവദിക്കണമായിരുന്നു. ആ ഒരു ബോൾ അവരുടെ ബോക്സിനകത്തേക്ക് വരാനെങ്കിലും അനുവദിക്കണമായിരുന്നു. സോ അതിന് മുമ്പേ നമ്മുടെ റഫറി ആ ഒരു വിസിൽ ഊതി. അത് ശരിയായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. സംഭവം സമയം കഴിഞ്ഞു, ബട്ട് സ്റ്റിൽ ആ ഒരു അടിയിട്ടേൻ്റെ നമുക്കറിയാം കുറച്ച് മിനിറ്റ് കൊടുക്കും റഫറി, ഒരു സമയം പോയതിൻ്റെയൊക്കെ. സോ നമുക്കത് കാണാൻ സാധിച്ചില്ല. എന്തായാലും അത് ചോദിക്കാൻ ചെന്ന സെർജിയോ ലൊബേറയ്ക്ക് റെഡ് കാർഡ് കിട്ടി. പിന്നെ അവിടെ അല്ലാതെ കുറച്ച് ഇഷ്യൂസ് അതിൻ്റെയൊക്കെ പേരിൽ. സോ എന്തായാലും എന്താ പറയുക, ഒഡീഷ തോൽക്കേണ്ട ഒരു മാച്ചായിരുന്നു. അത് ഒരു സമനിലയാക്കി. എന്തായാലും ഇത് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു റിസൾട്ട് തന്നെയാണ് ഈ ഒരു സമനിലയാകുക എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു നോർത്ത് ഈസ്റ്റിന് 29 പോയിൻ്റായി കാണും, ഒഡീഷയ്ക്ക് 25 പോയിൻ്റായി. ഒരു പക്ഷേ കേരള മോഹൻ ബഗാനാണ്, അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. കാരണം അവർ സുഖമായിട്ട് നമ്മളെ അടിച്ചിട്ടോടും. അതുകൊണ്ട് തന്നെ ഒരു 3 പോയിൻ്റ്, അതായത് ഒരു പക്ഷേ നമുക്കൊരു 3 പോയിൻറ്റിനകത്ത് നേടാൻ സാധിച്ച മോഹൻ ബഗാൻ മാച്ചിൽ 27 പോയിൻ്റ്. സോ ഇവരോടൊക്കെ അടുത്തായി എന്ന് തന്നെ നമുക്ക് പറയണം. സോ എന്തായാലും ഈ ഒരു റിസൾട്ട് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസ റിസൾട്ട് തന്നെയാണ്.